ഒരു സിനിമാ നടി എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി അവർക്കുണ്ടാകുന്ന ഒരു വലിയ മാറ്റം. നിങ്ങൾ വേണമെങ്കിൽ വിശ്വാസിയായാൽ മതി, നിങ്ങൾക്ക് നിരീശ്വരവാദിയാകാം. ഒരു മാനസിക നില തകർന്ന ഒരു വ്യക്തിയായിട്ടാണോ അങ്ങ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്? ഇല്ലല്ല, ഒരിക്കലും. ഈ മാനസിക നില യഥാർത്ഥത്തിൽ തകരണം. അത് എന്താണ് ഈ ആത്മീയതയ്ക്കുള്ള കാരണം? പഴകിയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചിട്ട് പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത് പോലെ നിന്റെ ആത്മാവ്, മരണമില്ലാത്ത ആത്മാവ്, അനശ്വരമായ ആത്മാവ് പുതിയ പുതിയ ശരീരങ്ങൾ സ്വീകരിക്കുന്നു. അപ്പോൾ സാമ്പത്തികം ഇതൊരു ഘടകമേ അല്ല. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട സാമ്പത്തികം ഭൗതികമായ സാമ്പത്തികം അല്ല, നമുക്ക് വേണ്ട ആത്മീയമായ സാമ്പത്തികം. ഞാൻ പലപ്പോഴും ചേട്ടനോട് ചോദിക്കണം, നേരിൽ കാണുമ്പോൾ ചോദിക്കണം എന്ന കുറച്ച് ചോദ്യങ്ങളുണ്ടായിരുന്നു. അങ്ങയുടെ ചാനലിലൂടെ ഒരുപാട് ഇൻ്റർവ്യൂസ് വരാറുണ്ട്, പലരെയും ഇൻ്റർവ്യൂ ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ഇവരിലേക്ക് അങ്ങ് എത്തുന്നത്? അല്ലെങ്കിൽ ഇവരുടെ ഇൻ്റർവ്യൂ വേണം എന്ന് അങ്ങേക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? അതൊരു സങ്കീർണമായൊരു ചോദ്യമാണ്. ഈ മോഹൻലാലിനോട് പലപ്പോഴും നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഒരു കഥാപാത്രം. അപ്പം അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഇതെല്ലാം സംഭവിക്കുന്നതാണ് എന്ന് പറയുന്നു. അപ്പം അങ്ങനെ പറയാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ നമ്മൾ വന്ന പല വ്യക്തികൾ, ഇത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ആവുമെന്നൊന്നും യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ കുറേ ടോപ്പിക്സ് ഉണ്ട്, കുറേ വർഷങ്ങളായിട്ടുള്ള ഗവേഷണം ഈ ഒരു മേഖലയിൽ സൈക്കിക് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ബാല്യകാലത്തിലുണ്ടായ ഒരുപാട് എക്സ്പീരിയൻസുകൾ, അതിനെ തുടർന്നുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എൻ്റെ ശ്രദ്ധ ഇതിലേക്ക് തിരികുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ അറിഞ്ഞോ അറിയാതെയോ പഠിക്കുന്ന ഓരോ വിഷയങ്ങളും ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ വളരെ ചെറുതിലെ മരണത്തിനെ കുറിച്ച് ഭയങ്കര ഭയം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എക്സ്പീരിയൻസ് ആണ്. അതെ, ചെറുപ്പകാലത്തെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അതെ. അപ്പം അല്ല, മൊത്തത്തിലല്ല, ഞാനിതിലേക്ക് പറഞ്ഞു വരുന്നതാണ്. അപ്പോൾ അതിനകത്ത് ഈ വിഷയത്തെക്കുറിച്ച് വല്ലാത്തൊരു ഭയം, മരണഭയം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ എത്രയൊക്കെ ധൈര്യം പറയുന്ന ഒരാളിനും മരണം എന്ന് പറയുന്നത് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിസ്സഹായത, വല്ലാത്തൊരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു ഭയത്തിൽ നിന്ന് ശരിക്കും എന്നെ ചെറിയ കാലങ്ങളിലൊക്കെ എൻ്റെ വീടിനടുത്തുള്ള പെൺകുട്ടികളാണ് എന്നെ വീട്ടിൽ കൊണ്ടാക്കുന്നത്. സന്ധ്യയായി കഴിഞ്ഞാൽ അത്രയ്ക്ക് ഭയമുള്ള ആളായിരുന്നു ഞാൻ. പക്ഷെ അതിനുശേഷം എപ്രകാരത്തിലൊക്കെയോ ഇങ്ങനെ സംഭവിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തലങ്ങളിലേക്ക്, അതാ ഞാൻ പറഞ്ഞത്, സംഭവിക്കുന്നതാണ്. ഒന്നും പ്രീ പ്ലാൻഡ് അല്ല, സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എപ്പോഴൊക്കെയോ ധൈര്യം വന്നു. ഇപ്പോൾ ചാനൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുറേ എക്സ്പീരിയൻസുകളും വായിച്ചുള്ള അറിവുകളും അങ്ങനെ കുറേ കാര്യങ്ങളും ഒക്കെ ചെയ്യണം എന്നുള്ള ധാരണയിലായിരുന്നു. പക്ഷെ പിന്നീട് ഈ ഇൻ്റർവ്യൂ ഇങ്ങനെ സംഭവിക്കുന്നു. ഇപ്പം മിക്കവാറുമൊക്കെ നമ്മുടെ ഇതിൻ്റെ ഒരു മുഖമുദ്ര ഇൻ്റർവ്യൂസാണ്. കാരണം മാക്സിമം ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ പലതും എനിക്ക് തന്നെ അത്ഭുതമാണ്. കാരണം ഇത് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് യാതൊരു ധാരണയില്ല. അപ്പോൾ വളരെ അപൂർവം ചില ആളുകളെ നമ്മൾ മനസ്സിൽ വിചാരിക്കാറുണ്ട്, ഇവരുടെ ഒരു ഇൻ്റർവ്യൂ കിട്ടിയെങ്കിൽ കൊള്ളാം എന്ന് വിചാരിക്കുന്നു. പക്ഷേ അത് വളരെ അധികം താമസിക്കുന്നതിന് മുമ്പ് അത് സംഭവിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം അലക്സാണ്ടർ ജേക്കബ് സാറിനെ പോലുള്ള ആളുടെയൊക്കെ വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിനോട് ഒരു ദിവസം ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം മാസങ്ങൾക്ക് ശേഷം ആകസ്മികമായിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കോൾ വരികയാണ്. നോക്കുമ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാർ DGP എന്ന് കാണിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാൻ അവിടെ നിന്ന് ചാടി എണീറ്റു. കാരണം അവരിത് കൂടെ സാറ് പറയുന്നത്, ഞാനിപ്പോൾ തിരുവനന്തപുരത്തുണ്ട്, നിങ്ങൾക്ക് ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, സാർ ഞാനിപ്പം ഒരു 40 കിലോമീറ്റർ ദൂരെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഞാൻ ഇന്ന വഴിയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു, സാർ ഞാനൊരു 10 മിനിറ്റ്. ഓക്കെ, യു ജസ്റ്റ് പ്ലാൻ. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ വളരെ പെട്ടെന്ന് വെഞ്ഞാറമൂടുള്ള വീറ്റോ എന്ന് പറയുന്ന ഒരു PSC കോച്ചിങ് സെൻ്റർ ഉണ്ട്. അവരുടെ ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ച് അവരുടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഞങ്ങൾ വളരെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യുന്നു. വളരെ സർപ്രൈസ്ഡ് ആയിട്ട് ഒരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ അവിടെ പോകുന്നു. സാർ വരുന്നു, സാറിനെ ഇരുത്തുന്നു, ജസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്യുന്നു. അപ്പോൾ അത് ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടുപോയ ഇൻ്റർവ്യൂ ആയിട്ട് പോയി. അപ്പോൾ ഇത് സംഭവിക്കുന്നതാണ്. ഇതൊന്നും പ്ലാൻഡ് അല്ല. ഒന്നും പ്ലാൻഡ് അല്ല. അപ്പോൾ ഇന്നത്തെ ഇൻ്റർവ്യൂ അങ്ങേക്ക് അറിയാമല്ലോ എങ്ങനെയാണ് സംഭവിക്കുന്നത്. നമ്മൾ വെറുതെ ഇരിക്കുന്നു, സംഭവിക്കുന്നു. അപ്പോൾ സംഭവിക്കുക എന്നുള്ളൊരു കാര്യത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ മതി. അപ്പം നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ വളരെ കരുതലോട് ഇത് എൻ്റെയാണ്, ഞാൻ എന്നുള്ള ഒരു ഭാവം നമുക്ക് കൂടുതൽ വരുമ്പോഴാണ് ജ്ഞാനികളാണ് കൂടുതൽ എന്നുള്ളത്. ജ്ഞാനികൾ വളരെ കുറവാണ്. ജ്ഞാനത്തിൻ്റെ പിറകെ പോകുന്നവർ വളരെ കുറവും, ഞാൻ ഭാവത്തിൻ്റെ പിറകെ പോകുന്നവർ കൂടുതലുള്ളൊരു കാലത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ആഗ്രഹിക്കുന്ന, ഇപ്പം നമ്മുടെ പ്രിയ നടൻ ലാലേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ഭയങ്കരമായൊരു ആഗ്രഹം മനസ്സിലുണ്ട്. സ്പിരിച്വലി അതെ, അതുകൊണ്ടാണ് അദ്ദേഹം വളരെ അഡ്വാൻസ്ഡ് ആണ്. അദ്ദേഹത്തിനെ വളരെ നന്നായിട്ട് അദ്ദേഹത്തിനെ മനസ്സിലാക്കിപ്പിച്ചിരുന്ന ഇൻ്റർവ്യൂസ് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് പലരും നമ്മളോട് പറഞ്ഞത്. നമ്മുടെ ചാനലിൽ തന്നെ പലരും കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ ഈ പറഞ്ഞതാണ് സംഭവിക്കുന്നത്. ഏതൊക്കെയോ തലങ്ങളിൽ ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞ് അവർ കണക്റ്റ് ആവുന്നതായിരിക്കാം, പക്ഷെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവർ നമ്മളിലേക്ക് വരുന്നതാവാം. അപ്പോൾ അന്വേഷിച്ച് പോകുന്ന ആളുകൾ വളരെ കുറവാണ്. ബാക്കിയുള്ളത് നമ്മളിലേക്ക് ഇങ്ങനെ വരികയാണ്. ഈ ലെനയുടെ ഇൻ്റർവ്യൂ അത് വളരെ വ്യത്യസ്തമായി തോന്നിയെന്ന് വെച്ചാൽ അങ്ങയുടെ ഇൻ്റർവ്യൂ ആണ് അത് ഏറ്റവും കൂടുതൽ റെലവൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാര്യം പലരും ലെനയെ കളിയാക്കുന്ന അവസ്ഥയിലേക്ക്, ലെനയ്ക്ക് കിളി പോയതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും സംസാരിച്ച സമയത്താണ് അങ്ങ് ലെനയുടെ ഇൻ്റർവ്യൂ എടുക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഒരു ഡെപ്ത്
ലെനയ്ക്ക് സംഭവിച്ച മാറ്റം, ഒരു സിനിമാ നടി എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി, അവർക്കുണ്ടാകുന്ന ഒരു വലിയ മാറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞ അങ്ങയുടെ ഇൻ്റർവ്യൂ ആണ്. അതെങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത്? അത് ഒരു വലിയ തമാശയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ മാത്രം കണ്ടുകൊണ്ട് മെൽബണിലുള്ള ഒരാളെന്നെ വിളിച്ചിരുന്നു. വൺ മിസ്റ്റർ സന്തോഷ് നമ്പ്യാർ, ജന്നർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓഥറാണ്. അദ്ദേഹത്തിന് ഏഥൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ അദ്ദേഹത്തിൻ്റെ ബുക്ക് അദ്ദേഹത്തിന് അവാർഡ് കിട്ടി. അപ്പോൾ അങ്ങനെ വലിയൊരു ഹൈ പ്രൊഫൈലുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു ബയോകെമിക്കൽ എഞ്ചിനീയറാണ്. ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരു വലിയ ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എനിക്ക് മെയിൽ വരുന്നു, ഞാൻ ഇന്ന ആളാണ്, ഐ എം വെരി മച്ച് ഇംപ്രസ്ഡ് വിത്ത് യുവർ ഇൻ്റർവ്യൂ വിത്ത് മിസ് ലെന. അപ്പോൾ അതുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. ഞാൻ ഈ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ഇതെടുക്കുന്ന ആളാണ്. അപ്പോൾ ക്യാൻ യു പ്ലീസ് അറേഞ്ച്? ഡെഫിനറ്റ്ലി സാർ, വിത്ത് പ്ലേഷർ. അദ്ദേഹം ഉടൻ തന്നെ മെൽബണിൽ നിന്ന് അദ്ദേഹം ട്രിവാൻഡ്രത്ത് വരുന്നു. അദ്ദേഹം വേറെ 2 പർപ്പസായിട്ട് വന്നതാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ ക്ലബ് ചെയ്ത്, അപ്പോൾ അദ്ദേഹം ആ ഒരൊറ്റ വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു അഭിപ്രായം ധാരാളം ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. അല്ല, ഞാൻ ഒരു മാനസിക നില തകർന്ന ഒരു വ്യക്തിയായിട്ടാണോ അങ്ങ് ഇൻ്റർവ്യൂ ചെയ്തത്? അങ്ങനെ തോന്നിയിട്ടുണ്ട്? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. ഈ മാനസിക നില യഥാർത്ഥത്തിൽ തകരണം. ഞാൻ പറയുന്നത് മാനസിക, ഞാൻ പറഞ്ഞത് എൻ്റെ വാക്കുകളല്ല ഇത്. അല്ലല്ല, മനസ്സിലായി. ആദ്യം ലെനയുടെ ഇന്റർവ്യൂ കണ്ടവരെല്ലാം പറഞ്ഞു ലെനയ്ക്ക് എന്തോ പ്രശ്നം. അല്ല, ഞാൻ പറഞ്ഞത് ആ വാക്ക് നമ്മൾ തരത്തിലാണ്, മനോനില തകരണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കാരണം മനസ്സെന്ന് പറയുന്നത് തടവറയുടെ ഉള്ളിലാണ് ആത്മാവ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തടവറയെ നമ്മൾ പലപ്പോഴും നമ്മൾ ഭേദിക്കണം. മനോനില തകരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം മനോനില തകർന്നു എന്ന് നമ്മൾ സാധാരണ പറയുന്നത് സൈക്കഡലിക് ആകുന്നു എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മൾ പറയുന്നത്. കാരണം അയാൾക്ക് മനോവിഭ്രാന്തി വന്നു എന്നാണ്. അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മനോനില, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തലങ്ങൾ പലതും തകരണം. തകർന്നാൽ മാത്രമേ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ അത് പ്രകൃതിയായിട്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ടൊരു വലിയൊരു എന്താ പറയുക, ഒരു മെൻ്റൽ ഡോൾഡ്രത്തിലേക്ക് നമ്മൾ എടുത്തെറിയും. വല്ലാത്തൊരു എന്താ പറയുക, ഒരു വലിയ വിഭ്രാന്തിയിലേക്ക് നമ്മൾ എടുത്തെറിയും. അപ്പോൾ ചിലപ്പോൾ അതൊരു നഷ്ടമായിരിക്കും, പേഴ്സണലായിട്ട് നഷ്ടമായിരിക്കും. ഇപ്പോൾ പല ആളുകളുടെയും ജീവിതം നോക്കി അറിയാം. ഏറ്റവും വലിയൊരു, ഇപ്പോൾ കിങ് അശോക എങ്ങനെയാണ്, അദ്ദേഹം വളരെ അത്രയും ഒരു വാൽറസ് ആയിട്ടുള്ള ഒരു എംബറായിരുന്നു എംബർ അശോക. അദ്ദേഹത്തിൻ്റെ ചുറ്റാകെ ഈ 3 ലക്ഷത്തോളം ആളുകൾ ഇങ്ങനെ മരണാസനരായി മരിച്ച് അങ്ങനെ പല സ്റ്റേജുകളിൽ കിടക്കുന്ന ഈ ദീനതയാർന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിൽ അഹിംസ സംഭവിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറ്റവും നിർണായകമായൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ അവരുടെ അതുവരെയുള്ള മനോഘടന കംപ്ലീറ്റ് തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വ്യൂവർഷിപ്പ് വളരെ വലിയൊരു ഫാക്റ്റാണ്. പലപ്പോഴും പലരും എന്നോട് പറയാറുണ്ട്, ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു ശ്മശാനത്തിലൊക്കെ പോയി കുറച്ച് ഗിമ്മിക്സ് ഒക്കെ കാണിച്ച് കുറേ ആത്മാക്കളെ വിളിക്കുന്നു എന്ന് കാണിച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ചാനൽ ഭയങ്കരമായിട്ട് പോകും. പ്രത്യേകിച്ച് തമ്പുകൾ. ഞാൻ തമ്പുകളിൽ നമ്മളൊരു വീഡിയോ കയറ്റണം, നല്ലൊരു വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ അത് കാണുമ്പോൾ നല്ല എഫക്റ്റീവ് ആകും. പക്ഷേ തമ്പിൻ്റെ ഒരു പോരായ്മ കാരണം, പോരായ്മ ഞാൻ ഒരിക്കലും പറയില്ല, നമ്മൾ ജെനുവിനായിട്ടൊരു തമ്പിടും, പക്ഷെ അത് കാണാൻ പോലും ഒരാളുണ്ടാവില്ല. നെഗറ്റീവ് തമ്പിട്ടാൽ, പറയുന്നത് വിപരീതമായി ഇട്ടാൽ ഉറപ്പായിട്ട് തീർച്ചയായിട്ടും അത് കയറി തമ്പിൽ ആൾക്കാർ കയറി കാണുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ഞങ്ങൾ ഇതുവരെ മുതിർന്നില്ല. കാരണം എനിക്കുള്ളത് ആക്ച്വലി എൻ്റെ ഒരു വ്യൂവേഴ്സ് എന്ന് പറയുന്നത് വളരെ ക്വാളിറ്റി ആയിട്ടുള്ള വ്യൂവേഴ്സാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കമൻസിൽ നിന്ന്, അവരുടെ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എൻ്റെ വീഡിയോസ് തന്നെ ഇപ്പോൾ പിന്നെ ഒരു 700K ഒക്കെ കണ്ട വീഡിയോസ് ഉണ്ട്. പക്ഷേ നമ്മുടെ വ്യൂവർഷിപ്പ് ഈ അടുത്ത കാലത്താണ് 1 lakh കടക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളിയുടെ ഒരു വലിയ പ്രശ്നമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ വഴിമാറി സഞ്ചരിക്കുന്ന ഒരാളിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ല, അംഗീകരിക്കില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതേസമയം മറ്റൊരു ചാനലിൽ അല്ലെങ്കിൽ മറ്റൊരു വിദേശ ചാനലിൽ ഇങ്ങനെ നമ്മളെ ഇൻ്റർവ്യൂ എടുക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദേ വിൽ റൺ ആഫ്റ്റർ. അപ്പോൾ സായിപ്പ് പറഞ്ഞാൽ ആ ഒരു ടിപ്പിക്കൽ കൊളോണിയൽ കൾച്ചർ ഇപ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്, നമ്മളെ പറയാനായിട്ട് ക്ലിങ് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു വലിയ ദുരവസ്ഥയാണ്. അപ്പോൾ ലെന മാമിനെ ഇന്റർവ്യൂ ചെയ്ത ആളുകൾ ശരിക്കും അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ കുറച്ച് ഒരു കോമിക്കായിട്ട് അത് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് കാരണം വേറൊന്നുമല്ല. അവർ ബോധർ ചെയ്യുന്നത് വ്യൂവർഷിപ്പിനെ കുറിച്ച് മാത്രമാണ്. ഓരോ വീഡിയോയും മില്യൺ കയറി പോവുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമാണ്. അപ്പം നമ്മൾ ചെയ്യുന്നത് ടു എക്സ്ട്രാക്ട് ദ ട്രൂത്ത് ഇൻസൈഡ് ദ പേഴ്സൺ. അപ്പോൾ ആ ആളിൻ്റെ ഉള്ളിൽ അദ്ദേഹം എങ്ങനെയാണ് ആത്മീയതയെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പ്രപഞ്ചത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്നറിയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ ലെനയായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ലെന അങ്ങയോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത് എന്താണ് ഈ ആത്മീയതയ്ക്കുള്ള കാരണം, എന്താണ് ലെന അങ്ങയോട് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ യാത്രയിൽ പല സമയങ്ങളിലും നമുക്കുണ്ടാകുന്ന ഈ പറഞ്ഞ ഒരു മനോഘടനയിലുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. അതിൻ്റെ എല്ലാം ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. ഭാരതീയ ആത്മീയതയിൽ ആദ്യമേ പറയുന്നൊരു കാര്യം ഇതാണ്: നിങ്ങൾ വേണമെങ്കിൽ വിശ്വാസിയായാൽ മതി, നിങ്ങൾക്ക് നിരീശ്വരവാദി ആകാം, നിങ്ങൾക്ക് എല്ലാത്തിനെയും തള്ളിപ്പറയാം, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം. ഇപ്പോൾ ചാർവാകന്മാർ ജീവിച്ചിരുന്ന സ്ഥലമാണ്. അതായത് മരണത്തിന് ശേഷം ആത്മാവെന്നൊരു സാധനമേ ഇല്ല, മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ആൾക്കാരുണ്ട്. അവർക്കും പ്രോത്സാഹനം കൊടുത്തിരുന്നൊരു നാടാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്.
എല്ലാ കലകളെക്കുറിച്ചും എന്തിനെക്കുറിച്ചും ഏത് രീതിയിൽ പോയാലും ഉണ്ട്. അതിനുള്ള എല്ലാ വഴികളുമുള്ളൊരു സ്ഥലമാണ്. പക്ഷെ അവർ ആദ്യമായിട്ട് പറയുന്നൊരു കാര്യമുള്ളൂ, അവനവനെക്കുറിച്ചുള്ള അറിവാണ് അറിവിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. അപ്പോൾ വേറെ ഒന്നും വേണ്ട, നിങ്ങൾ ഇത് മാത്രം ആലോചിച്ച് ഞാൻ ആരാണ്. ഇത് നമ്മൾ പറഞ്ഞ ക്ലീശയായുള്ളൊരു സാധനമാണ്. ബുദ്ധനും ശങ്കരനും ഡയലോഗ് തന്നെ ഉണ്ട്. പക്ഷെ സ്റ്റിൽ ആ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. അപ്പം ഞാൻ ആരാണ്, എന്തിനാണ് ഈ ഒരു ഫ്രെയിമിൽ ഈ ഒരു ഫോർമാറ്റിൽ ഞാനിവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ആൾ ഞാൻ ആരാണ്? അപ്പോൾ ഇത് എൻ്റെ കോട്ടാണ് ഞാൻ പറയുന്നത്, ഇത് എൻ്റെ വാച്ചാണ്. അതേപോലെ എനിക്ക് പറയാൻ പറ്റും, ഇത് എൻ്റെ കൈയാണ്, ഇത് എൻ്റെ മുഖമാണ്. ഞാൻ മുഖമല്ല, എൻ്റെ മുഖമാണ്. അപ്പം ഞാൻ വേറെയാണ്, ഞാൻ ഉപയോഗിക്കുന്ന ഒരു മുഖമാണ് ഇതെന്നാണ് എൻ്റെ അർത്ഥം. അല്ല, എനിക്ക് പനിക്കുകയാണ്, ഞാനല്ല പനിക്കുന്നത്. അപ്പം ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾ, ഇപ്പം ഈ കോട്ട് എനിക്ക് ഊരിക്കളയാൻ പറ്റും, അതേസമയം ഈ ശരീരത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, പഴകിയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചിട്ട് പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത് പോലെ നിന്റെ ആത്മാവ്, മരണമില്ലാത്ത ആത്മാവ്, അനശ്വരമായ ആത്മാവ് പുതിയ പുതിയ ശരീരങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയും. ആ ഭാഗം വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ്. ഇതിപ്പോൾ എൻ്റെ വാച്ച് എന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ കൈ എന്ന് പറയും, എൻ്റെ മുഖം എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഓണർ ഞാനാണ്, എൻ്റെ ബോഡിയുടെ ഓണർ ഞാനാണ്. പക്ഷേ ഞാൻ ആരാണ് എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രം മതി. ആ ചിന്ത എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മായക്കാഴ്ചകളുടേതായ ലോകത്ത് നമ്മൾ ഭ്രാന്തെടുത്ത് ഓടുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നേരമില്ല. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഒരു കവി, അദ്ദേഹം എഴുതിയിരുന്നൊരു വരിയുണ്ട്, സിക്ക് ഹറി ആൻഡ് ഡിവൈഡഡ് എയിംസ് എന്നാണ് പറയുന്നത്. മാത്യു അർണോൾഡ് എന്ന കവി സ്കോളർ ജിപ്സി എന്ന കവിതയിൽ പറയുന്നതാണ്. സിക്ക് ഹറി എന്ന് വെച്ചാൽ രോഗഗ്രസ്തമായ വേഗതയാണ്, ഭ്രാന്ത് പിടിച്ചുള്ള ഓട്ടമാണ്. അല്ലെ, നമുക്ക് നോക്കും ഇപ്പോൾ ഈ സൗകര്യങ്ങളെല്ലാം ഭയങ്കര കൂടുതലാണ്. പണ്ട് ആളുകൾ നടന്നായിരുന്നു സ്കൂളിലും അവിടെയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് കാളവണ്ടിയായി, പിന്നെ ഇങ്ങനെ. ഇപ്പോൾ നമുക്ക് ഭയങ്കര ഫാസ്റ്റ്. ഈ സ്പീഡിന് നമുക്ക് കൺവേയൻസുകൾ കൂടുന്നത് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, സമയം തികയുന്നില്ല അല്ലേ? ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് കാളിദാസൻ എന്തുകൊണ്ട് കാളിദാസനായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന മറുപടി, കാളിദാസന് വേറെ ഒരു പണിയില്ലായിരുന്നു എന്നാണ്. തമാശയ്ക്ക് പറഞ്ഞതല്ല. കാരണം കാളിദാസന് അദ്ദേഹത്തിൻ്റെ വർക്ക് മാത്രം ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു. പെരുന്തച്ചൻ എന്തുകൊണ്ട് പെരുന്തച്ചനായി? പെരുന്തച്ചന് വേറെ ഒരു പണിയില്ലായിരുന്നു. പെരുന്തച്ചൻ അദ്ദേഹത്തിൻ്റെ മേഖല. ഇപ്പം മൾട്ടി ടാസ്കിങ്ങിൻ്റെ കാലമാണ്. നമുക്ക് നമ്മൾ രാവിലെ മുതൽ നമ്മൾ ഈ തലയ്ക്കകത്തൊരു സൈറൺ അങ്ങ് മുഴങ്ങി ഭ്രാന്ത് പിടിച്ചുള്ള ഓട്ടം. അതുപോലെ ഡിവൈഡഡ് ടൈംസ്, ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ലക്ഷ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് ആധുനിക മനുഷ്യന് ഒന്ന് നിൽക്കാനോ ഞാൻ ആരാണെന്ന് ചിന്തിക്കാനോ നമ്മുടെ സ്പിരിറ്റിനെ കാണാനോ കഴിയാതെ പോകുന്നതിൻ്റെ കാരണം ഈ ഒരു ഭ്രമയുഗമാണ്. നമ്മളിപ്പോൾ മൊത്തത്തിൽ വിഭ്രമത്തിൻ്റെതായ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളൊരു നിമിഷം നിൽക്കൂ, ജസ്റ്റ് ലിസൺ ടു യുവർ എന്താ പറയുക ഇന്നർ തോട്ട്സ്, യു ജസ്റ്റ് ലിസൺ ടു യുവർ ബ്രീത്ത്. അത് മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യു വിൽ കം ടു ദിസ് പോയിന്റ്. അപ്പോഴാണ് നിങ്ങൾ തിരിച്ചറിയുന്നത് ഞാനെന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റിയെക്കുറിച്ച് തിരിച്ചറിയുന്നത്. ഇപ്പോൾ ലെന മാമിൻ്റെ യാത്രയിൽ മാമിന് അങ്ങനെ ഒരു ചാൻസ് കിട്ടി, ഒരു അവസരം കിട്ടി. അപ്പോൾ അത് രസകരമായൊരു തോട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഷീ ജസ്റ്റ് റാൻ ആഫ്റ്റർ ദാറ്റ്, അതിൻ്റെ പിറകെ പോയി. ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാവാറുണ്ട്, എല്ലാവരുടെ ജീവിതത്തിൽ ഈ ചിന്തകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവരതിനെ എന്ത് ചെയ്യുന്നു, മാറ്റിക്കളഞ്ഞിട്ട് മറ്റുള്ള കാര്യങ്ങളിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. ഈ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ലെനയെ പോലുള്ള ഒരു സെലിബ്രിറ്റി, അവർ ഒരുപാട് സിനിമകൾ ചെയ്തു, അതിസമ്പന്നയായി, അല്ലെങ്കിൽ അത്തരത്തിൽ നിൽക്കുന്ന ആൾക്കാർ സമ്പന്നന്മാരാണ്. സാധാരണ ഒരു കൂലിപ്പണി ചെയ്യുന്ന നിത്യവൃത്തി കഴിഞ്ഞു പോകുന്ന ആളുകൾ എങ്ങനെ ഞാനെന്നുള്ള വ്യക്തിയെ കണ്ടെത്താൻ കഴിയും? അവരുടെ പ്രശ്നങ്ങൾ അതായിരിക്കും, ഡെയിലി പ്രശ്നങ്ങളാണ് അവർക്ക്. ആ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ അവർക്ക് കരകയറാൻ കഴിയും? ഇത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാരദർ, അദ്ദേഹം ഈ അറിയാലോ പഴയ കാലത്തെ മീഡിയ പ്രവർത്തനമാണ്, ഏറ്റവും മികച്ച മാധ്യമ പ്രവർത്തനമാണ്. അപ്പം നാരദാസ് പോളിസി ഓഫ് എന്താ പറയുക, ഈ മീഡിയ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് തന്നെ ഉണ്ട്. അപ്പം നാരദൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അടിയുണ്ടാക്കുക എന്നുള്ളതല്ല, ശരി സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പം ഇന്നത്തെ മാധ്യമക്കാർക്ക് ആ ഒരു ധർമ്മം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഭക്തിയെക്കുറിച്ച് ഭയങ്കരമായൊരു കൺഫ്യൂഷനുണ്ട്. അദ്ദേഹം എപ്പോഴും പറയുന്നത് അദ്ദേഹമാണ് ഏറ്റവും വലിയ നാരായണ ഭക്തൻ എന്നാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം വിഷ്ണുവിനോട് പറഞ്ഞു, അങ്ങയുടെ ഏറ്റവും വലിയ ഭക്തൻ ഞാനാണ്. അപ്പം പറഞ്ഞു, അല്ല, ഇത് താഴെ ഭൂമിയിലൊരു കൃഷിക്കാരനുണ്ട്, അവനാണ് എൻ്റെ ഏറ്റവും വലിയ ഭക്തൻ. അപ്പം നാരദ ഉടൻ തന്നെ അവിടെ പോയി. എന്താ പുള്ളി ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. പുള്ളി രാവിലെ എഴുന്നേറ്റ് ഉടനെ നാരായണ നാരായണ എന്നൊരു 2-5 സെക്കൻഡ് ജപിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്തും ജപിച്ചു, രാത്രി ഉറങ്ങാൻ നേരത്തും ജപിച്ചു. വേറെ ഒരു സമയത്തും ഇദ്ദേഹം നാരായണ പറയുന്നില്ല. 24 hours നാരായണ പറയുന്ന നാരദനെ 24/7/365 എന്ന് പറയും പോലെ ഫുൾ ടൈം നാരായണ ജപിക്കുന്ന ഞാനല്ല, ഈ 3 പ്രാവശ്യം ഇത് ചെയ്യുന്ന ഒരാളാണ് ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നാരദന് ആകപ്പാടെ അങ്കലാപ്പായി. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്കത് അങ്ങനെ ആയിക്കോട്ടെ. സബ്ജക്റ്റ് മാറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കുടം എണ്ണ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ വയ്ക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പർവ്വതത്തിൻ്റെ ചുറ്റാകെ ഒന്ന് നടന്നിട്ട് വരണം, പക്ഷെ ഒരു തുള്ളി എണ്ണ പോലും വെളിയിൽ പോകരുത്. നാരദൻ അത്രയും കെയർഫുള്ളായിട്ട് പോയിട്ട് വന്നിട്ട് പറഞ്ഞു, ഒരു തുള്ളി എണ്ണ പോലും പോയില്ല.
അപ്പോൾ ചോദിച്ചു, ഈ ചുറ്റുന്നതിൻ്റെ ഇടയിൽ എത്ര പ്രാവശ്യം നാരായണ ജപിച്ചു? അതെങ്ങനെ സാധിക്കും? കാരണം ഞാൻ ഈ എണ്ണ പോകുമെന്നുള്ള കോൺസെൻട്രേഷനിലായിരുന്നല്ലോ. നിസ്സാരമായ ഒരു കുടം എണ്ണ കൊണ്ടുപോകാൻ വേണ്ടി ഈ സമയത്ത് നിങ്ങൾ പോയപ്പോൾ ഒരു പ്രാവശ്യം പോലും എന്നെ വിളിച്ചില്ല. പക്ഷെ ഭൂമിയിൽ ഇത്രയും പ്രാരാബ്ധങ്ങളുടെ ഇടയിൽ ആ മനുഷ്യൻ 3 പ്രാവശ്യം എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ അയാളല്ലേ ഏറ്റവും വലിയ ഭക്തൻ എന്ന് ചോദിച്ചൊരു കഥയുണ്ട്. അപ്പോൾ അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. അപ്പോൾ സാമ്പത്തികം ഇതൊരു ഘടകമേ അല്ല. സാമ്പത്തികം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട സാമ്പത്തികം ഭൗതികമായ സാമ്പത്തികം അല്ല, നമുക്ക് വേണ്ട ആത്മീയമായ സാമ്പത്തികമാണ്. നമ്മൾ പലപ്പോഴും പറയുന്നത് ഭൗതികമായുള്ള റിച്ച് നമ്മളായിരിക്കുമ്പോൾ റിച്ച്നെസ് നമുക്കുള്ളപ്പോഴും ആത്മാവിൽ ദരിദ്രരായിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ ദാരിദ്ര്യം ഇപ്പം നമ്മൾ നോക്കും, നമ്മുടെ ഇവിടെയുള്ള എല്ലാ സിദ്ധന്മാരും യഥാർത്ഥത്തിൽ എന്താണ്, ഈ വലിയ വലിയ കാറുകളിലും അതുപോലെ തന്നെ ഈ ഈവൻ RR പോലും ആൾക്കാർ വന്ന് കാണുന്നത് ഈ റോഡിൻ്റെ സമീപത്ത് കുത്തിയിരിക്കുന്ന ഭ്രാന്തനാണെന്ന് നമുക്ക് തോന്നുന്ന ജടാധാരിയായ, മര്യാദയ്ക്ക് പല്ല് തേക്കാത്ത, കുളിക്കാത്ത, ശരീരം മുഴുവൻ അഴുക്ക് പിടിച്ചിരിക്കുന്ന അവധൂതന്മാരെയാണ്. യഥാർത്ഥ ഒരു അവധൂത ദർശനം കിട്ടുന്നതിന് വേണ്ടി കോടികൾ മുടക്കി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോലും ഒരിടത്ത് വരാൻ ആളുകൾ തയ്യാറാകുന്നു എങ്കിൽ അപ്പോൾ ഈ സാധാരണക്കാരനെന്നും നമ്മൾ പറയുന്ന ബ്രാൻഡിങ് ഒരിക്കലും ശരിയല്ല. ഇത് എന്റെ അല്ല, ഇതിന് പിന്നിൽ താഴെ വരുന്ന കമന്റുകളാണ്. തീർച്ചയായും നമ്മളിപ്പോൾ ജീവിക്കുന്ന ഭൗതിക ലോകത്താണ്. ഞാനിപ്പോൾ ജോലി അത് അപ്പോൾ നിങ്ങളിങ്ങനെ ഭക്തിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ശരിയാവും എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. നമ്മളതിൽ ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഇപ്പം ബീറ്റിൽസ് ലോകത്തിനെ കീഴടക്കിയ സംഗീത ഗ്രൂപ്പാണ്. അവരെവിടെയാണ് അവസാനം വന്നത്? അവർ ഹിമാലയത്തിൽ വന്നിട്ട് ഇതുപോലുള്ള അവധൂതന്മാരുടെയും വലിയ വലിയ യോഗിമാരുടെയും കൂടെ ആയിരുന്നു അവർ ലാസ്റ്റിലുണ്ടായിരുന്നത്. ഇപ്പോൾ ലോകത്തിലെ ഏത് സെലിബ്രിറ്റി എടുത്ത് നോക്കിയാലും നമുക്കറിയാം അവരുടെ പിറകിൽ ഇങ്ങനെയുള്ള ഒരുപാട്, ഇപ്പം ബാബാജി എന്ന് പറഞ്ഞ ഒരാളിനെ, ട്രൂ ബാബാജി ആണോ എന്ന് എനിക്കറിയില്ല, ഏതോ ഒരു ബാബാജിയെ കാണാനായിട്ട് രജനീകാന്ത് പോകുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫ്ലുവൻസുകളുണ്ട്. പിന്നെ സാധാരണക്കാരനായിരിക്കുന്ന ഒരാളിലേക്ക് ഈ ലോകം ചുരുങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. മാതാമൃതാനന്ദമയി, നമ്മളതിൻ്റെ കോൺട്രവേഴ്സ്യൽ സൈഡിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇത്രയും വളരെ കുറച്ച് മാത്രം സ്കൂൾ വിദ്യാഭ്യാസം ലഭിച്ച ഒരാളിനെ കാണാനായിട്ട് APJ അബ്ദുൽ കലാമിനെ പോലെയുള്ള വലിയ വലിയ സയൻറ്റിസ്റ്റുകൾ വരുന്നു. ലോകം മുഴുവൻ അമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് വരുന്നു. അപ്പോൾ അവിടെ അമ്മയുടെ പ്രത്യേകത എന്താണ് അമ്മയുടെ ഒരു എന്താ പറയുക, ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഒരുപാട് ഇതുണ്ട്. പക്ഷേ അമ്മയ്ക്ക് എന്തുണ്ട് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ലുക്കറ്റ് രമണ മഹർഷി, സേജ് രമണ മരണഭയം മാത്രം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഒടുവിൽ അദ്ദേഹം ചിന്തിച്ചു, ഈ മരണത്തിന്റെ ഭയം എങ്ങനെ മരണത്തിനെ അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ വീടിന്റെ തട്ടും പുറത്തും കണ്ട് പോയി ഒളിച്ചിരുന്ന അവസാനം ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക്, അതൊരു വളരെ ഡീപ്പായിട്ടുള്ളൊരു മെഡിറ്റേഷനിലേക്ക് അദ്ദേഹം പോയി. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ അദ്ദേഹത്തിന് ബോധം വരുമ്പോൾ അദ്ദേഹത്തിന് അറിയാം, എൻ്റെ ശരീരത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ധാരണയും ഇല്ലായിരുന്ന സമയത്തും ഞാനെന്നൊരു ചിന്ത നേരത്തെ ഉണ്ടായിരുന്നു, മനസ്സിലുണ്ട്. അപ്പോൾ അതിനൊരിക്കലും മരണമില്ലാന്ന് തിരിച്ചറിയുമ്പോൾ ആ നിമിഷം അദ്ദേഹം എൻലൈറ്റഡ് ആവുകയാണ്. സ്കൂൾ വിദ്യാഭ്യാസം ഇല്ല, അദ്ദേഹം ആ നിമിഷം തന്നെ ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം കളഞ്ഞിട്ട് വെറും ഒരു കൗബീനം മാത്രം ധരിച്ചുകൊണ്ട് അദ്ദേഹം മലയിൽ കയറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതാലോചിച്ച് നോക്കുക. അപ്പോൾ സർവ്വസാധാരണനായിരിക്കുന്ന ഒരാൾ, പിന്നെ മാത്രമല്ല സാധാരണക്കാരനാവുക എന്ന് പറയുന്നത് പ്രയാസമാണ്. അതായത് എല്ലാത്തിനും ഉപേക്ഷിച്ചിട്ട് എല്ലാത്തിനും നിസ്സംഗഭാവത്തിൽ നോക്കിക്കാണുന്ന ഒരാളാവുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. അവിടെ നിൽക്കുമ്പോഴേ ഇതിന്റെ തീർച്ചയായും പിന്നെ ഈ ഭാരതീയ സങ്കല്പത്തിൽ ഈശ്വര സങ്കല്പങ്ങളെല്ലാം തന്നെ അബണ്ടന്റ് ആയിട്ടുള്ള ദൈവങ്ങളാണ് നമുക്കുള്ളത്. നമ്മുടെ ദൈവങ്ങളെല്ലാം തന്നെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഫ്രീക്കന്മാരാണ്. എല്ലാം വളരെ വളരെ റിച്ച് ആയിട്ട് നടക്കുന്ന ഈശ്വര സങ്കല്പങ്ങളാണ്. അതോടൊപ്പം തന്നെ അവധൂത സങ്കല്പങ്ങളുണ്ട് ഏറ്റവും ഇങ്ങേയറ്റത്ത്. ഇപ്പം ദൈവസങ്കല്പങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. നമുക്കൊരു ഫോം ബെഡിൽ പാലാഴിയിൽ പോയി ഇങ്ങനെ കിടക്കുന്ന ആരുണ്ട്? നമ്മുടെ മഹാവിഷ്ണു ഉണ്ട്. അതോടൊപ്പം തന്നെ ചുടലയിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ കൈലാസത്തിൽ താമസിക്കുന്ന, ശ്മശാന ഭൂമിയിൽ താമസിക്കുന്ന, ചുടലഭസ്മം ശരീരത്തിൽ ധരിക്കുന്ന ശിവൻ എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. അപ്പോൾ ഇത് 2 എക്സ്ട്രീമുകളാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, അബണ്ടൻ്റ് ആവുക അല്ലെങ്കിൽ ധനികനാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നരേന്ദ്രമോദി ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഓരോ ഗുഹയിൽ പോയി ധ്യാനത്തിലിരിക്കുകയുണ്ട്. ഒരുപാട് ട്രോൾസുകൾ വരാറുണ്ട്. അദ്ദേഹം മറ്റുള്ളവരെ പറ്റിക്കാനാണ്, അല്ലെങ്കിൽ ഒരു ഗിമ്മിക്ക് കാണിച്ച് അടുത്ത ഭരണം പിടിക്കാനോ അല്ലെങ്കിൽ താൻ വലിയ സന്യാസിയാണെന്ന് മറ്റുള്ളവരെ കാണിക്കാനോ ഒക്കെ ആണെന്നുള്ള ഒരുപാട് കമൻസുകൾ വരുന്നത്. ഈ നരേന്ദ്രമോദി ശരിക്കും ഒരു സന്യാസിയാണോ? സന്യാസി എന്ന് വെച്ചാൽ 2 തരത്തിലുള്ള സന്യാസികളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കർമ്മസന്യാസി എന്ന് പറയും. അപ്പോൾ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ സാധാരണ സന്യാസി പോലെ എല്ലാം ഉപേക്ഷിച്ച് പോയിരിക്കുന്ന ഒരാളിനേക്കാൾ നല്ലത് യഥാർത്ഥത്തിൽ കർമ്മസന്യാസമാണ്. ഇപ്പോൾ ശ്രീകൃഷ്ണൻ അതിനുള്ളൊരു എക്സാമ്പിൾ, ടിപ്പിക്കൽ എക്സാമ്പിളാണ്. ഇപ്പോൾ കൃഷ്ണൻ നിൽക്കുന്ന പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ത്രിഭംഗി എന്ന് പറയുന്ന ഒരു യോഗിക് പോസ്റ്ററാണ്. ശരിക്കും അങ്ങനെ നിൽക്കാൻ പാടില്ലെന്നാണ്. ഒരു കാല് തറയിൽ ഉറപ്പിച്ച് മറ്റേ കാലം ഇങ്ങനെ തൊട്ടില്ല എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെ ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെയിറ്റ് അല്ല നടക്കുന്നത്. അപ്പോൾ ആ പോസ്റ്ററിൻ്റെ പേര് ത്രിഭംഗി എന്നാണ്. അപ്പോൾ ആ പോസ്റ്ററിൻ്റെ പ്രത്യേകത, ഒരു കാലം ഉറപ്പിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യുക എന്നാണ്.
എന്നാൽ അതേസമയം മറ്റേ കാര്യം ജസ്റ്റ് തൊട്ടിട്ടേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്കൊരു ധാരണ വേണം, ഏത് നിമിഷവും ഇവിടെ നിങ്ങൾ പോകാനുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ കർമ്മസന്യാസം. അതായത് നമ്മൾ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു, ആ സമയത്തും നമുക്കൊരു ചിന്തയുണ്ട്, ഞാൻ ഇതല്ല, ഞാൻ ഇവിടുന്ന് പോകേണ്ട ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന കാർമ്മികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ ബാധിക്കുകയില്ല. അപ്പം നരേന്ദ്രമോദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു കർമ്മസന്യാസി എന്ന് പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ ഇപ്പം ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്ന കാര്യം, അദ്ദേഹത്തിൻ്റെ ശമ്പളം കൊണ്ടാണ് അദ്ദേഹം വളരെ പോഷായി. ഇത് ഒരുപാട് കോൺട്രവേഴ്സികളുണ്ട്. അതെ. അപ്പോൾ ഭാരതം പോലൊരു രാജ്യത്തിൽ ഇവിടെയുള്ള ചക്രവർത്തിമാരെല്ലാം തന്നെ അങ്ങനെയായിരുന്നു. അബണ്ടൻസ് വേണം. നമ്മുടെ ദൈവങ്ങളെല്ലാം തന്നെ അബണ്ടൻ്റ് ആയിട്ടുള്ള സങ്കല്പങ്ങളിൽ കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഇത്രയും ധാരാളിത്തമുള്ളവരാണ്, നമുക്കിതെല്ലാം ഉള്ളതാണ് നമ്മൾ. എന്നാൽ അതേ സമയം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനിതില്ലാതെ ഇരിക്കാനും എനിക്ക് സാധിക്കും എന്നുള്ളൊരു പാഠമാണ് നമ്മളോട് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രൈം മിനിസ്റ്റർ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ദ അതർ പീപ്പിൾ ഷുഡ് ഹാവ് ടു റെസ്പെക്ട് ഹിം. ആ റെസ്പെക്റ്റ് അദ്ദേഹത്തിന് റെസ്പെക്ട് ചെയ്യുമ്പം നമ്മളും റെസ്പെക്റ്റഡ് ആവുകയാണ്. ശരിയല്ലേ? തീർച്ചയായിട്ടും. അദ്ദേഹം ഒരു തല ഉയർത്തി നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലും ഇതിൽ അഭിമാനം ഉണ്ടാവുകയാണ്. വിരാട് കോഹ്ലി പ്രത്യേകിച്ചും പാകിസ്ഥാനെതിരെ ഒരു സെഞ്ചുറി അടിക്കുമ്പോഴത്തേക്ക് എനിക്കിവിടെ വികാരം ഉണ്ടാവും. അതിന് കാരണം എന്താ? ബിക്കോസ് ഐ റെപ്രസെൻറ്റ് ദാറ്റ് കൺട്രി. അപ്പം നമ്മുടെ ഒരു സേനാനായകനായിട്ട് ഒരാൾ മുമ്പിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും വേണം. അപ്പോൾ ബാഹുബലി സിനിമ നമ്മൾ കണ്ടതാണ്. ബാഹുബലി സാധാരണ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ലോക്കൽ രീതിയിൽ വലിയ ശരീരവും ഈ ആർഭാടങ്ങളൊന്നുമില്ല, യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ റെസ്പെക്റ്റ് ഒന്നും തോന്നില്ല, ഉണ്ടാവില്ല. അപ്പോൾ വീരാരാധന എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ആ വീരാരാധനയെ ഉണർത്തുക എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള ഓരോ വ്യക്തിയുടെ ഉള്ളിലുള്ള വീരഭാവം ഉയരുകയുള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സ്പിരിച്വൽ പ്രാക്ടീസിലേക്ക് പോകുന്നുണ്ട്. അദ്ദേഹം ധ്യാനം ചെയ്യുന്നുണ്ട്, മണിക്കൂറുകളോളം ജപം ചെയ്യുന്നുണ്ട്, വളരെ കുറച്ച് സമയം മാത്രമേ ഉറങ്ങുന്നുള്ളൂ. APJ അബ്ദുൽ കലാം അതുപോലെ അദ്ദേഹം ഈ പറയുന്ന സോക്കോൾഡ് നമ്മൾ ഈ പറയുന്ന റിലീജിയസ് ആയിട്ടുള്ള ഒരു അങ്ങനെയുള്ള ഒരു പാരഫർണേലിയ ഇല്ലെങ്കിലും ഹി വാസ് എ സെയിൻറ്റ്, ഒരു ലിവിങ് സെയിൻ്റ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ പറയുന്നത് കർമ്മസന്യാസികളെന്നാണ്, കർമ്മയോഗികളെന്ന് പറയാൻ പറ്റും. അതും സന്യാസമാണ്.